ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേനലവധി ആഘോഷിക്കാൻ വല്യപ്പച്ചന്റെ വീട്ടിലെത്തിയതാണ് അമ്മുക്കുട്ടി. രാവിലെ പശുവിനെ കറന്ന് പാൽ കൊടുക്കാനായി കടയിലേക്ക് പോകാനിറങ്ങിയ അപ്പൂപ്പന്റെ കൂടെ അമ്മുവും ഇറങ്ങി. വല്യപ്പച്ചന്റെ കയ്യും പിടിച്ച് നടക്കുന്നതിനിടയിലാണ് മനോഹരമായ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായ പാടം അവൾ കണ്ടത്. സൂര്യപ്രകാശത്തിന്റെ പ്രശോഭയിൽ വിളങ്ങി നിൽക്കുന്ന താമരപ്പൂക്കളുടെ മനോഹരമായ കാഴ്ച വലിയ സന്തോഷത്തോടെ അവൾ നോക്കി നിന്നു. എന്നാൽ ഇതിനിടയിൽ അമ്മുക്കുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചു. മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പൂക്കൾ മാത്രമേ കാണാൻ ഭംഗിയുള്ളൂ. ഇലകളുടെ അടിയിൽ നിറയെ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, വെള്ളത്തിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ പാടത്തിന്റെ അടിത്തട്ട് കാണാം. നിറയെ ചെളി നിറഞ്ഞ് ആർക്കും അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത വിധം അഴുക്ക് നിറഞ്ഞ സ്ഥലത്താണ് ഈ മനോഹരമായ താമരപ്പൂക്കൾ നിൽക്കുന്നത്. അവൾ അപ്പൂപ്പനോട് ചോദിച്ചു, ഇത്രയും ചെളിയിൽ നിന്നിട്ടും ചുറ്റും കുറേയധികം മുള്ളുകൾ ഉണ്ടായിട്ടും ഈ താമരപ്പൂക്കൾ ഇത്ര മനോഹരമായിരിക്കുന്നത് എങ്ങനെയാണ്? വല്യപ്പച്ചൻ പറഞ്ഞു, മോളെ, താമരപ്പൂക്കൾ താഴോട്ടോ ചെളിയിലേക്കോ നോക്കിയല്ല, മറിച്ച് സൂര്യനെ നോക്കിയാണ് വളരുന്നത്. അവയ്ക്ക് ചെളിയിൽ വേരുറപ്പിക്കുവാൻ മടിയില്ല. മുള്ളുകൾക്കിടയിൽ വളരാൻ ഭയവുമില്ല. കാരണം അവ വളരുന്നത് പ്രകാശത്തെ നോക്കിയാണ്. തന്റെ പ്രിയനെപ്പറ്റി ശലോമോൻ പാടുന്നതും ഇങ്ങനെയാണ്: മുള്ളുകൾക്കിടയിൽ താമര പോലെ എൻ്റെ പ്രിയൻ കന്യകമാരുടെ ഇടയിലിരിക്കുന്നു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് വാസമുറപ്പിച്ചിരിക്കുന്നത് തുടങ്ങിയൊന്നും നമ്മുടെ വളർച്ചയെ ബാധിക്കരുത്. നമ്മുടെ വളർച്ച താഴോട്ട് നോക്കിയാകരുത്, മുകളിലേക്ക് നോക്കി പ്രകാശത്തെ വരിച്ചുകൊണ്ടാവണം. ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയിലുള്ള സുഖവാസമല്ല, മറിച്ച് മുള്ളുകൾക്കിടയിലുള്ള വിശുദ്ധ ജീവിതമാണ്. കഷ്ടതകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പരിഹാസങ്ങളും ഒക്കെയാകുന്ന ചെളികളും മുള്ളുകളും നമ്മെ എപ്പോഴും ഞെരുക്കിക്കൊണ്ടിരിക്കും. പക്ഷേ തളർന്നു പോകാതെ വിശുദ്ധിയിൽ വളരുവാനിടയാകണം. ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം നമ്മുടെ ആശ്രയം ക്രിസ്തുവെങ്കിലാകണം. സങ്കീർത്തനം 121:1-2 വാക്യങ്ങൾ: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. നമ്മുടെ കാഴ്ച കീഴോട്ടാകാതെ ഉയരത്തിലേക്കാണെങ്കിൽ താമരപ്പൂ പോലെ സൗന്ദര്യമുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും നമ്മുടെ വളർച്ചയെ ബാധിക്കാൻ ഇടവരാതെ, ചുറ്റുമുള്ള മുള്ളുകളും ചെളിയും നമ്മുടെ വിശുദ്ധിയെ അപകടപ്പെടുത്താതെ ലോകത്തിന്റെ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ നോക്കി വളരുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.